വെൽക്കം ടു റിവേര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്. ഇന്ന് നമ്മൾ ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാമിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വീതം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ പി ഡിയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ p² + q² = m² ഈസ്. ഓക്കെ, സോ നമുക്കൊരു പി ഡി തന്നിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പി ഡിൻ്റെ പ്രത്യേകത എന്താ? ഈ പി ഡിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? പിക്ക് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പി ഡി ആണ് അല്ലേ? എഫ് ഓഫ് പി ക്യു ഈക്വൽ ടു 0 എന്ന ഫോമിലാണ് ഈ പി ഡി എടുക്കുന്നത് അല്ലേ? പിയും ക്യൂ ആണ് വേരിയബിൾസ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഈ ടൈപ്പ് ഓഫ് പി ഡിസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? പിക്ക് നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കും. ലെറ്റ് ഇറ്റ് ബി എ. ഓക്കെ, പിക്ക് ഞാനൊരു കോൺസ്റ്റന്റ് എ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ ക്യൂ എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഇക്വേഷനിൽ പി ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? a² + q² ഈക്വൽ ടു m². ഓക്കെ, വിച്ച് ഇംപ്ലൈസ് q² is equal to m² minus a². Okay, this implies q equal to root of m² minus a² അല്ലേ? ഓക്കെ, സോ പിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ക്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പിയും ക്യൂവും ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. dz ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഓക്കെ, പിക്ക് ഞാൻ എന്ത് കൊടുക്കണം? പിക്ക് നമുക്ക് എ കിട്ടിയിട്ടുണ്ട്, ക്യൂക്ക് നമ്മൾ റൂട്ട് ഓഫ് m² മൈനസ് a² എന്നും കിട്ടിയിട്ടുണ്ട്. ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദിസ് ഇസ് ഈക്വൽ ടു എ ഡി എക്സ് പ്ലസ് റൂട്ട് ഓഫ് m² മൈനസ് a² ഡി വൈ. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? z ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് റൂട്ട് ഓഫ് m² മൈനസ് a² വൈ പ്ലസ് ബി. ബി എന്ന് പറയുന്നത് അനദർ കോൺസ്റ്റന്റ്. ഓക്കെ, സോ നമ്മളിവിടെ ഇപ്പോൾ എന്താ ചെയ്തത്? നമുക്കിപ്പോൾ ഉള്ള തന്നിരിക്കുന്ന പി ഡി ഏത് ഫോമിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, എഫ് ഓഫ് പി ക്യു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന പി ഡി ഉള്ളത്. ഓക്കെ, ഈ കേസസിൽ നമുക്ക് പി ഈക്വൽ ടു എ കൊടുക്കുക, സം കോൺസ്റ്റന്റ് പി ഈക്വൽ ടു എ കൊടുക്കുക. പി ഈക്വൽ ടു എ കൊടുക്കുമ്പം ആ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ക്യൂ ഈക്വൽ ടു എന്താണെന്ന് നമ്മൾ എഴുതി വയ്ക്കുക. ഓക്കെ, ക്യൂ ഈക്വൽ ടു എന്താണെന്ന് എഴുതി വയ്ക്കുക. ഇനി ആ ഇപ്പം കിട്ടിയിരിക്കുന്ന പിയും ക്യൂവും കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dz ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? z ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് റൂട്ട് ഓഫ് m² മൈനസ് a² വൈ പ്ലസ് ബി എന്ന് പറഞ്ഞത് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഈ ഓപ്ഷനിലുണ്ടോ നോക്കാം. സി എന്ന് പറയുന്നതാണ്. സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് സെയിം തന്നെയാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഈ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പി ഡിയിൽ നിന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ (ഡോ² സെറ്റ് ബൈ (ഡോ)x² പ്ലസ് (ഡോ² സെറ്റ് ബൈ (ഡോ)y² പ്ലസ് 3 (ഡോ² സെറ്റ് ബൈ (ഡോ)x (ഡോ)y) പ്ലസ് 2 (ഡോ സെറ്റ് ബൈ (ഡോ)x മൈനസ് (ഡോ സെറ്റ് ബൈ (ഡോ)y) ഈക്വൽ 0 ഈസ് പരബോളിക് ആണോ, എലിപ്റ്റിക് ആണോ, ഹൈപ്പർബോളിക് ആണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഓക്കെ, സോ നമ്മൾ ഒരു പി ഡി പരബോളിക് ആണോ, എലിപ്റ്റിക് ആണോ, ഹൈപ്പർബോളിക് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? b² മൈനസ് 4ac എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, b² മൈനസ് 4ac ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0 ആണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പാരബോളിക് ആണോ, എലിപ്റ്റിക് ആണോ, ഹൈപ്പർബോളിക് ആണോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സെഡ് എക്സ് വൈ ആണ് അല്ലേ? സെഡ് എക്സ് വൈ. എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സെഡ് എക്സ് എക്സ്. ആൻഡ് സി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സെറ്റ് വൈ വൈ. ഓക്കെ, സോ b² മൈനസ് 4ac എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഹൈപ്പർബോളിക് ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 0 ആണെങ്കിലോ അത് എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പാരബോളിക് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക്
ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്താണെന്ന് കണ്ടുപിടിച്ച് അത് >0 ആണോ <0 ആണോ =0 ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്തെന്ന് നോക്കാം. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബി എന്താണ്? ബി എന്ന് പറയുന്നത് ഇവിടെ zxyന്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതിവിടെ 3 ആണ്. ഓക്കെ, സോ ബി ഈസ് 3. സോ ബി സ്ക്വയർ ഇസ് 9 മൈനസ് 4 ഇൻറ്റു എ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് zxx. zxxൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ 1 ആണ്. zyyൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ എയും സിയും 1 ആണ്. ഓക്കെ, സോ 4 ഇൻറ്റു 1 ഇൻറ്റു 1, ഓക്കെ, which is equal to 5. 5 is always greater than 0. ഓക്കെ, സോ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് >0 കിട്ടി. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹൈപ്പർബോളിക് ആണ് അല്ലേ? ഹൈപ്പർബോളിക് ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് f of x is differentiable in the interval open to 5 where f of 2 is equal to 1 by 5 and f of 5 equal to 1 by 2, then there exists a number c such that 2 is less than c less than 5 for which f dash of c is. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് സി എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, മീൻ വാല്യൂ തിയറം. വാട്ട് ഈസ് മീൻ വാല്യൂ തിയറം? If f is a continuous function on closed interval ab and if f is differentiable on open interval ab, okay, then there exists a c belongs to open interval ab such that f dash of c is equal to f of b minus f of a divided by b minus a. ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. എഫ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് എന്ന് പറഞ്ഞ ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സി ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സിൻസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് ആണ്. ഓക്കെ, സെയിം കണ്ടീഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 1/5 ആണ്. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് ബി? എഫ് ഓഫ് ബി ഈസ് എഫ് ഓഫ് 5 അല്ലേ? എഫ് ഓഫ് 5 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ സി ഓപ്പൺ ഇന്റർവൽ 2, 5 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്നുള്ളതാണ് നമ്മുടെ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് സി എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഓക്കെ, 1/2 മൈനസ് 1/5 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ബി മൈനസ് എന്ന് പറയുമ്പോൾ 5 മൈനസ് 2 3. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 3/10 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 1/10 അല്ലേ? ഓക്കെ, സോ നമുക്ക് മീൻ വാല്യൂ തിയറത്തിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനത്തെ കുറേ തിയറങ്ങൾ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് 1/10 ആണ് ആൻസർ കിട്ടിയത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോംപ്ലക്സ് അനാലിസിസിൽ നിന്നാണ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റെസിഡ്യൂ അറ്റ് സം പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ z ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഏത് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ലൈക്ക് പോളാണോ അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് പോളാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് z ടെൻസ് ടു -1 എഫ് ഓഫ് z എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വരിക? ലിമിറ്റ് z ടെൻസ് ടു -1 e raised to 2z divided by z plus 1 square. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? e raised to -2 divided by -1 plus 1 0.
ഇങ്ങനെ വരില്ലേ, ദിസ് ഇസ് ഇൻഫിനിറ്റി. ഓക്കെ, സോ നമുക്ക് ഒരു ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ നമ്മൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 എടുത്തപ്പം നമുക്ക് ഇൻഫിനിറ്റി കിട്ടി. ഓക്കെ, സോ നമുക്ക് ദിസ് ഇംപ്ലൈസ് z ഈക്വൽ ടു -1 ഇസ് എ പോൾ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ പോൾ ഏത് ഓർഡറിലാണെന്ന് കണ്ടുപിടിക്കണം. പോൾ ഓഫ് ഓർഡർ 1 ആണോ 2 ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ പോൾ ഓഫ് ഓർഡർ 1 ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 സെറ്റ് -1 ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. ഓക്കെ, ഇങ്ങനെയല്ലേ ചെക്ക് ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്നത് ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി കിട്ടുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പോൾ ആയിരിക്കും. ഓക്കെ, സോ അതെങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 സെറ്റ് -1 എനിക്ക് ഇങ്ങനെ ഇടാം. സെറ്റ് പ്ലസ് വൺ ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. സെറ്റ് പ്ലസ് വൺ ഇൻറ്റു എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ e⁻²z ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 e⁻²z ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 1. ഓക്കെ, സോ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു e⁻² ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. എഗെയിൻ ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്തല്ല? പോൾ ഓഫ് ഓർഡർ 1 അല്ല. ഓക്കെ, പോൾ ഓഫ് ഓർഡർ 1 അല്ല. ഓക്കെ, ഇനി നമുക്ക് പോൾ ഓഫ് ഓർഡർ 2 ആണോ ചെക്ക് ചെയ്യണം. പോൾ ഓഫ് ഓർഡർ 2 ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 സെറ്റ് -1 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ പറയുക? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 സെറ്റ് പ്ലസ് 1 ഇൻറ്റു ഈ സെറ്റ് പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു e⁻²z ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 1 സ്ക്വയർ. ഇത് രണ്ടും കട്ടായി പോവും. ആൻഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? e⁻² എന്ന് വരും അല്ലേ? e⁻² എന്ന് വരും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? സിംപ്ലി സെറ്റ് ഈക്വൽ ടു -1 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2. ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ പോളാണ് z ഈക്വൽ ടു -1 എന്ന് കിട്ടി, ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇനി അത് ഏത് ഓർഡറാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സിമ്പിൾ പോളാണ്, അതായത് പോൾ ഓഫ് ഓർഡർ 1 ആണോ ചെക്ക് ചെയ്തു. അല്ല, അത് കഴിഞ്ഞ് നമ്മൾ പോൾ ഓഫ് ഓർഡർ 2 ആണോ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് നോൺ സീറോ ക്വാണ്ടിറ്റി കിട്ടി. സോ ഈ z ഈക്വൽ ടു -1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് എ, സം പോയിന്റ് എ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? if a is a pole of order k, a എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ k ആണെങ്കിൽ, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? 1/k-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു a k-1th derivative. Okay, k-1th derivative of set minus a power k into f of set. ഓക്കെ, അപ്പം നമുക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എ എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ കെ ആണെന്നുണ്ടെങ്കിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. ഓക്കെ, 1/k-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമുക്കിവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ കെക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ വരിക? റെസിഡ്യൂ എന്ന് പറയുന്നത് റെസിഡ്യൂ ഇസ് ഈക്വൽ ടു 1/2-1 ഫാക്ടോറിയൽ. 2-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു ഇവിടുത്തെ എ എന്ന് പറയുന്നത് -1 ആണ്. k-1 ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ k എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. d/dz ഓഫ് സെറ്റ് മൈനസ് a പവർ k ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. അതായത് ഇവിടെ എന്ത് വരും? സെറ്റ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെറ്റ് വരും അല്ലേ? സെറ്റ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെറ്റ് എന്താ വരിക? e⁻²z അല്ലേ? ഇവിടെ e⁻²z എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 d/dz ഓഫ് e⁻²z എന്താ വരിക?
2 ഇൻറ്റു ഇ റേസ് ടു 2z എന്ന് വരും. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 എന്ന് വരും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 2/e² എന്ന് വരും. ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, സി ആണ് ഓപ്ഷൻ. ഓക്കെ, പക്ഷെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ആൻസർ കീയിൽ എനിക്ക് തോന്നുന്നു ബി ആണ് തന്നിരിക്കുന്നത്, പക്ഷെ അത് തെറ്റാണ്. നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഉത്തരം കിട്ടുന്നത് സി ആണ്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി. അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പം ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക, അതായത് സമ്മേഷൻ an z⁻n. ഓക്കെ, ഇങ്ങനത്തെ ഒരു സീരീസിൻ്റെ സമ്മേഷൻ n = 1 to infinity. ഓക്കെ, സമ്മേഷൻ n = 1 to infinity. ഈ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇഫ് r is the radius of convergence, 1/r is equal to limit n tends to infinity mod an raised to 1/n. ഓക്കെ, ഇതാണ് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന സീരീസ് എന്താണ്? z⁻²n. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r ആണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്താൽ മതി? 1/r is equal to limit n tends to infinity mod a2n raised to 1/2n ചെയ്താൽ പോരെ. ഓക്കെ, സോ ഇവിടെ a2n എന്താണ്? a2n എന്ന് പറയുന്നത് 2⁻⁻n ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n tends to infinity mod a2n എന്ന് പറയുമ്പോൾ mod 2⁻⁻n raised to 1/2n. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു mod 2⁻⁻n എന്ന് പറഞ്ഞത് സെയിം ആണ്, അതായത് ലിമിറ്റ് n tends to infinity 2⁻⁻n raised to 1/2n. ഓക്കെ, സോ ഇത് കട്ടായിപ്പോയി. എന്ത് വരും? ലിമിറ്റ് n tends to infinity 2⁻⁻1/2 എന്ന് വരും അല്ലേ. അതായത് ലിമിറ്റ് കൊടുക്കുമ്പോൾ 2⁻⁻1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. ഓക്കെ, സോ 1/r എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ എന്ത് കിട്ടിയത്? 1/√2 എന്ന് കിട്ടിയത്. സോ ദിസ് ഇംപ്ലൈസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് r is equal to √2. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് I equal to set of all matrices A0, B0 where AB belongs to Z be the subring of the ring M2 of Z where M2 of Z denotes the set of all 2x2 matrices whose entries are from Z. Then which of the following is true? ഓക്കെ, ഐഡിയൽ ആണോ, ലെഫ്റ്റ് ഐഡിയൽ ആണോ, റൈറ്റ് ഐഡിയൽ ആണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ലെഫ്റ്റ് ഐഡിയൽ എന്താ, റൈറ്റ് ഐഡിയൽ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് r plus dot be a ring. ഓക്കെ, r plus dot be a ring ഇതായിരിക്കില്ലേ റിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, r plus dot be a ring. ഇനി നമുക്ക് I സബ്സെറ്റ് ഓഫ് r എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐഡിയൽ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ലെഫ്റ്റ് ഐഡിയൽ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനാണ് I പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, I പ്ലസ് എന്ന് പറയുന്നത് is a subgroup of r പ്ലസ് ആയിരിക്കണം. ഓക്കെ, r റിംഗ് ആയതുകൊണ്ട് നമുക്ക് r പ്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചറിനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അവിടെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനൊക്കെ ഉള്ളതാണ്. സോ ആ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് I പ്ലസ് ഉണ്ടാവണം. ആൻഡ് Ri belongs to I. Okay, for all R belongs to R and I belongs to I. Okay, ഈ ഐഡിയലിലെ എല്ലാ ഇപ്പോൾ ഏതൊരു I എടുത്തു കഴിഞ്ഞാലും ഐഡിയൽ ഏതൊരു എലമെൻറ്റ് I എടുത്തു കഴിഞ്ഞാലും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ റിങ്ങിലെ എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് വീണ്ടും Iൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐനെയാണ് നമ്മൾ ലെഫ്റ്റ് ഐഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റൈറ്റ് ഐഡിയൽ, ഈ ഐനെ റൈറ്റ് ഐഡിയൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ സെയിം ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഈ Ri എന്നുള്ളത് നേരെ തിരിഞ്ഞു വരും.
Okay, IR belongs to I for all R belongs to R and I belongs to I എന്ന് വരും. ഓക്കെ, ഇതാണ് റൈറ്റ് ഐഡിയലും ലെഫ്റ്റ് ഐഡിയലും. ഓക്കെ, ഇനി ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ഐഡിയൽ എന്ന് പറയുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇത് ലെഫ്റ്റ് ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു റിങ്ങിലെ നമ്മുടെ ഏറ്റവും തന്നിരിക്കുന്ന റിങ്ങിലെ എലമെൻറ്റ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഒരു M2 of Z എന്ന് പറയുന്നത് എന്താണ്, 2 of Z denote the set of all 2x2 matrices whose entries are elements from Z എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ഫോം എങ്ങനെയായിരിക്കും, സം A1 B1 A2 B2 ഈ ഒരു ഫോമിലായിരിക്കില്ലേ, സോറി A1 B2. ഓക്കെ, A1 B1 A2 B2. ഓക്കെ, ഇതിന് നമുക്ക് ഐഡിയലിലെ ഒരു എലമെൻറ്റിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്, A0 B0 എന്നാണ്. A0 B0 ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയലിൽ തന്നെ എലമെൻറ്റ് കിട്ടുന്നുണ്ടോ, അതായത് ഈ ഐഡിയലല്ല ഐയിലെ എലമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക, മൾട്ടിപ്ലൈ ചെയ്യുമ്പം A1 പ്ലസ് B1. ഓക്കെ, ഫസ്റ്റ് എൻട്രി A1 പ്ലസ് B1. സെക്കൻഡ് എൻട്രിയോ A1 ഇൻറ്റു 0 പ്ലസ് B1 ഇൻറ്റു 0 0 വരും. ഇവിടെ എന്ത് വരും, A2 ഇൻറ്റു A പ്ലസ് B2 ഇൻറ്റു B. ഓക്കെ, സോ അപ്പോൾ എന്ത് വരും, A2 പ്ലസ് B2 ആൻഡ് A2 ഇൻറ്റു 0 പ്ലസ് B2 ഇൻറ്റു 0. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് വരും, ഇവിടെ 0 വരും. ഇവിടെ A1 എയും A1 B1 A2 B2 A B ഇതൊക്കെ Z ആണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നതും സെഡിലുണ്ടാവും, ഇവിടെ കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നതും സെഡിലുണ്ടാവും. ഓക്കെ, സോ ഇതിനെ ഞാൻ സം C1 D1 എന്ന് വിളിച്ചു. ഓക്കെ, C1 D1 0 0 where C1 and D1 belongs to Z അല്ലേ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഐയിലെ ഒരു എലമെൻറ്റിൻ്റെ ഫോമാണ് അല്ലേ. സോ ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ഐ. ഓക്കെ, സോ നമ്മളിവിടെ ജനറലായിട്ട് ഒരു റിങ്ങിലെ ഒരു എലമെൻറ്റ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐയിലെ ഒരു എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഐയിലെ എലമെൻറ്റ് തന്നെ കിട്ടി. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ഐ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെഫ്റ്റ് ഐഡിയലാണ്. ഓക്കെ, ഐ ഇസ് എ ലെഫ്റ്റ് ഐഡിയൽ. ഓക്കെ, ഇനി റൈറ്റ് ഐഡിയലാണോ ചെക്ക് ചെയ്യണം. റൈറ്റ് ഐഡിയലാണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നേരെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. A0 B0 A1 B1 A2 B2. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പം A ഇൻറ്റു A1 പ്ലസ് 0 ഇൻറ്റു A2. ഓക്കെ, അപ്പോൾ എന്ത് വരും, A1 A ഇൻറ്റു B1 പ്ലസ് 0 ഇൻറ്റു B2. അപ്പോൾ എന്ത് വരും, AB1 B ഇൻറ്റു A1 പ്ലസ് 0 ഇൻറ്റു A2. സോ BA1 B ഇൻറ്റു B1 പ്ലസ് 0 ഇൻറ്റു B2 ദാറ്റ് ഈസ് BB1. ഓക്കെ, നോക്കൂ ഇവിടെ നമുക്ക് ഈ എൻട്രിയും ഈ എൻട്രി എന്നും പറയുന്നത് എന്താണ്, 0 ആവാം ആവാതിരിക്കാം. ഓക്കെ, നമുക്ക് ഉറപ്പൊന്നുമില്ല ഇത് 0 ആവുമെന്ന്. സോ ഇതെന്ന് പറയുന്നത് ഐയിലുള്ള എലമെൻ്റ് ആണ്, നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഈ നമുക്ക് ഐ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഐ ഇസ് നോട്ട് എ റൈറ്റ് ഐഡിയൽ. ഓക്കെ, സോ അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടുക, ഐ ലെഫ്റ്റ് ഐഡിയലും റൈറ്റ് ഐഡിയലും ആണെങ്കിൽ നമുക്ക് ഐഡിയൽ എന്ന് പറയാമായിരുന്നു, പക്ഷേ ഇവിടെ റൈറ്റ് ഐഡിയൽ അല്ല. ഓക്കെ, സോ ഐ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐഡിയൽ എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഐ ഇസ് എ ലെഫ്റ്റ് ഐഡിയൽ ബട്ട് നോട്ട് എ റൈറ്റ് ഐഡിയൽ ഓഫ് ആർ. ട്രൂ ആണ്, ബാക്കിയെല്ലാം തെറ്റാണ്. നെയ്തർ എ ലെഫ്റ്റ് ഐഡിയൽ നോർ എ റൈറ്റ് ഐഡിയൽ, ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീനിയർ ആൾജിബ്രയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് T from R3 to R3 be a linear transformation defined by T of xyz is equal to x plus y, y plus z, z plus x for all xyz belongs to R3. ദെൻ നമ്മളോട് റാങ്കും നള്ളിറ്റി ഒക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ നൾ സ്പേസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നൾ സ്പേസ് ഓഫ് ടി. ഓക്കെ, നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, set of all xyz belongs to R3 such that T of xyz equal to 0. ഓക്കെ, സോ ഇവിടെ T of xyz എന്താ തന്നിട്ടുണ്ട്,
XYZ belongs to R3 such that അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, T of XYZ എന്ന് പറയുന്നത് എന്താണ്? X plus Y, Y plus Z, Z plus X equal to 0. 0 എന്ന് പറയുന്നത് എന്താണ്? R3 0 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? 0 0 0. ഓക്കെ, so this is equal to set of all XYZ belongs to R3 such that X plus Y equal to 0, Y plus Z equal to 0 and Z plus X equal to 0. Okay, so ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? This is equal to, again, set of all XYZ belongs to R3 such that X equal to minus Y, Y equal to minus Z and Z equal to minus X. Okay, so നമുക്ക് ഇതിനൊന്ന് എന്താണെന്ന് നോക്കാം. X equal to minus Y എന്ന് കിട്ടിയിട്ടുണ്ട്, Y equal to minus Z and Z equal to minus X. ഓക്കെ, സോ നമുക്കിത് മൂന്ന് കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്താ പറ്റുമോ നോക്കാം. X equal to minus Y, Y എന്ന് പറയുന്നത് മൈനസ് Z ആണ്. സോ മൈനസ് Y എന്ന് പറയുന്നത് എന്താണ്? Z ആണ്. ഓക്കെ, മൈനസ് Y എന്ന് പറയുന്നത് Z ആണ് ആൻഡ് Z is equal to minus X. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? X equal to minus X എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? X equal to minus X, X equal to minus X, which implies 2x is equal to 0, which implies x is equal to 0 അല്ലേ? അപ്പോൾ x equal to 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? yയും 0ഉം zഉം 0. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? This is equal to XYZ belongs to R3 such that x equal to 0, y equal to 0 and z equal to 0. Okay, this is precisely 0 0 0. Okay, so നമുക്ക് null space of T എന്ന് പറയുന്നത് ഒറിജിൻ മാത്രമാണെന്ന് കിട്ടി. ഓക്കെ, സോ അതിൻ്റെ നള്ളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നള്ളിറ്റി എന്ന് പറയുന്നത് 0 0 0 മാത്രം. നമ്മുടെ നള്ളിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ട് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ, ബൈ റാങ്ക് നള്ളിറ്റി തിയറം. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ ഏതാണ് വരിക? റാങ്ക് 3യും നള്ളിറ്റി 0യും. റാങ്ക് 3 ആ നള്ളിറ്റി 0. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 200 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 200 ആയിട്ടുള്ളതും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 ഓഫ് 200 കണ്ടുപിടിച്ചാൽ പോരെ? ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇഫ് n is equal to some p1 raised to n1, p2 raised to n2, etc. pr raised to nr. Okay, where this p1, p2, etc. pr are primes. Okay, distinct primes. Okay, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ phi of n എങ്ങനെയാണ് കാണുക? phi of n is equal to n into 1 minus 1 by p1, etc. 1 minus 1 by p2 into etc. 1 minus 1 by pr. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് എന്താണ്? 200 ആണ്. സോ 200 എനിക്ക് എങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 200 എന്ന് പറയുന്നത് 2 into 100. ദിസ് ഈസ് ഈക്വൽ ടു 2 into 25 into 4. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 2 cube into 5 square. ഓക്കെ, 2 cube into 5 square. സോ 5 of 200 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 of 200 200 into 1 minus 1 by 2. ഓക്കെ, p1 എന്ന് പറയുന്നത് 2ഉം p2 എന്ന് പറയുന്നത് 5ഉം. 1 minus 1 by 2 into 1 minus 1 by 5. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 200 into 1 by 2 into 4 by 5. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. ഓക്കെ, 5 of 200 എന്ന് പറയുന്നത് 80 ആണ്. സോ നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 200 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ് എന്ന് പറയുന്നത് 80 ആണ്. പക്ഷേ ആ 80 എന്ന് പറയുന്നത് ഓപ്ഷനിലില്ല. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ തിയറിയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് m മീൻസ് a minus b is a multiple of m, then which of the following is not true? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മളിത് ചെയ്യുന്നത് ഓയിലേഴ്സ് തിയറം വെച്ചിട്ടാണ്. ഓക്കെ, ഓയിലേഴ്സ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതാണ്: ഇഫ് GCD of a comma n is equal to 1, a raised to phi of n is congruent to 1 modulo n. Okay, if GCD of a comma n is equal to 1, a raised to phi of n is congruent to 1 mod n. Okay, ഇതാണ് ഓയിലേഴ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻ എയിലേക്ക് പോകണം. ഓക്കെ, ഓപ്ഷൻ എയിൽ ഇവിടെ 12 ആണ്, ഇവിടെ 12ഉം ഇവിടെ 5 ആണുള്ളത്. ഓക്കെ, വാട്ട് ഈസ് GCD of 12 and 5? GCD of 12 and 5 is 1. ഓക്കെ, സോ നമുക്ക് ഈ ഒരു തിയറം അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 raised to 5 of 5 is congruent to 1 modulo 5 എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് 5 of 5? 5 of 5 എന്ന് പറയുന്നത് 4 ആണ്. ദിസ് ഇംപ്ലൈസ് 12 raised to 5 of 5 എന്ന് പറയുന്നത് 4 ആണ്. സോ ദിസ് ഇംപ്ലൈസ് 12 raised to 4 is congruent to 1 modulo 5. ഓക്കെ, 12 raised to 4 is congruent to 1 modulo 5. ഞാൻ രണ്ട് സ്ഥലത്തും ഹോൾ പവർ 6 എടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് 12 raised to 4 whole power 6 is congruent to 1 power 6 mod 5. Okay, this implies 12 raised to 24 congruent to 1 modulo 5. Okay, which implies 12 raised to 25, okay, is congruent to 12 mod 5. 12 mod 5 എനിക്ക് എങ്ങനെ എഴുതാം? 2 mod 5 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 12 raised to 25 congruent to 2 mod 5 തന്നെ കിട്ടിയത്. സോ ഈ എ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് സി നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഓക്കെ, എ ഈസ് ട്രൂ. ഓക്കെ, എ ഈസ് ട്രൂ. ഇനി ബി നോക്കി നോക്കാം. ബി എന്ന് പറയുന്നത് എന്താണ്? ബി അല്ല, നമുക്ക് സി നോക്കാം. ഓക്കെ, ബി ലാസ്റ്റ് നോക്കാം. സി നോക്കിയേക്കാം. സി എന്ന് പറയുന്നത് ഇവിടെ 13ഉം ഇവിടെ 11ഉം ആണുള്ളത്. ഓക്കെ, സോ GCD of 13 and 11 is 1 അല്ലേ? സോ നമുക്ക് എഗെയിൻ ഈ തിയറം വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 13 raised to 5 of 11 is congruent to 1 mod 5. Okay, 1 mod 11. Okay, 1 mod 11. Okay, this implies 13 raised to 5 of 11 എന്ന് പറയുന്നത് 10 ആണ്. So 13 raised to 10 congruent to 1 mod 11. ഓക്കെ, സോ എനിക്കിവിടെ എന്താ പവർ വേണ്ടത്? 13 raised to 121 ആണ്. ഓക്കെ, ഞാൻ ഇതിനെ ഹോൾ പവർ 120 എടുത്തു. ഓക്കെ, ദിസ് ഇംപ്ലൈസ് 13 raised to ഹോൾ പവർ 12 എടുത്തു. അപ്പോൾ എനിക്കിവിടെ എന്ത് വരും? 13 raised to 120 എന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോൾ പവർ 12 എടുത്തത്. ഇവിടെ കോൺഗ്രുവൻറ്റ് ടു 1 പവർ 12 എന്ന് പറയുന്നത് 1 തന്നെ, 1 mod 11 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് എനിക്ക് 121 പവറാണ് 121 ആണ് പവറിൽ വേണ്ടത്. സോ ഞാൻ അഗെയിൻ ഒരു 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? കോൺഗ്രുവൻറ്റ് ടു 13 mod 11 എന്ന് കിട്ടും. ഓക്കെ, സോ 13 mod 11 എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 mod 11 ആണ് അല്ലേ? ഓക്കെ, സോ നമുക്ക് ഫൈനലി എന്താണ് കിട്ടിയത്? 13 raised to 121 is congruent to 2 mod 11 എന്ന് കിട്ടി. ഓക്കെ, സോ ഈ സി എന്ന് പറയുന്നതും തന്നിരിക്കുന്നത് എന്താണ്? ശരിയാണ്. സോ ഈ ഓപ്ഷൻ സിയിലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഡി നോക്കി നോക്കാം. ഡി നോക്കുമ്പോൾ ഇതുപോലെ തന്നെ എന്ത് കിട്ടും? ഇവിടെ 9 ആണ്, ഇവിടെ 7 ആണ്. അപ്പോൾ അവിടെ GCD കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? GCD of 9,7 is equal to 1. എഗെയിൻ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ 9 raised to 5 of 7 is congruent to 1 mod 7 എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് 5 of 7? 6 ആണ്. സോ 9 raised to 6 is congruent to 1 mod 7 എന്ന് കിട്ടും. ഞാൻ ഇനി ഇതിനെ ഹോൾ പവർ 8 എടുക്കുകയാണ്. ഓക്കെ, ഹോൾ പവർ 8 എടുക്കുമ്പോൾ എന്ത് വരും?
9 raised to 48 congruent to 1 power 48 എന്ന് പറഞ്ഞാൽ 1 തന്നെ mod 7 എന്ന് കിട്ടും. ഓക്കെ, എനിക്കിവിടെ വേണ്ട പവർ 49 ആണ്. സോ അപ്പോൾ എനിക്കതിനെ എങ്ങനെ എഴുതാം? 9 raised to 49 9 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ദിസ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 9 mod 7 എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് 9 mod 7? 9 mod 7 എന്ന് പറയുന്നത് 2 mod 7 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണെന്ന് കിട്ടി? ശരിയാന്ന് കിട്ടി. അതായത് 9 raised to 49 എന്ന് പറയുന്നതും 9 raised to 49 is congruent to 9 raised to 49 is congruent to 2 mod 7 എന്ന് കിട്ടി. സോ ഈ ഡിയിലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണെന്ന് കിട്ടി? ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എയും സിയും ഡിയും ആണ് ട്രൂ ആയിട്ടുള്ളത് കിട്ടിയത്. അപ്പോൾ ഒബ്വിയസ്ലി ബി ആയിരിക്കും ആൻസർ. എനിവേസ് നമുക്കതൊന്ന് വെരിഫൈ ചെയ്തേക്കാം. ഈ 8 raised to 36 കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 6 അല്ലാന്ന് നമുക്ക് പറയണം. ഓക്കെ, സോ ബി കൺസിഡർ ചെയ്യാൻ നമുക്കറിയാം 8 is congruent to 2 modulo 6 ആണ് അല്ലേ? 8 is congruent to 2 modulo 6 ആണ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 8 raised to 36 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 8 raised to 36 is congruent to 2 raised to 36 modulo 6 ആണ്. ഓക്കെ, ഇനി ഞാൻ 2 raised to 36 എന്താണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 2 raised to 5 എന്ന് പറയുന്നത് എന്താണ്? 32 ആണ് അല്ലേ? 2 raised to 5 is 32. സോ 2 raised to 5 is congruent to 2 modulo 6 ആണ് അല്ലേ? 2 raised to 5 is congruent to 2 modulo 6 ആണ്. ഓക്കെ, സോ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടും? 2 raised to 10 congruent to 4 modulo 6 കിട്ടും. ഓക്കെ, 2 raised to 10 is congruent to 4 modulo 6 കിട്ടും. എഗെയിൻ 2 raised to 10നെ ഞാൻ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 raised to 20 എന്ന് കിട്ടും. ഓക്കെ, 2 raised to 20 എന്ന് കിട്ടും. ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ എനിക്ക് കിട്ടുക? 4 സ്ക്വയർ എന്ന് കിട്ടും. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16 is congruent to 16 എന്ന് പറയുന്നത് mod 6ൽ എന്തോരം ഉണ്ട്? 4 ആണ് അല്ലേ? എഗെയിൻ 4 ആണ്. 4 modulo 6 അല്ലേ? 4 modulo 6. ഇനി എനിക്ക് 2 raised to 36 ആണ് കിട്ടേണ്ടത് അല്ലേ? 2 raised to 36 ആണ് കിട്ടേണ്ടത്. ഇവിടെ എനിക്ക് 2 raised to 10 ഉണ്ട്, 2 raised to 20 ഉണ്ട്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 raised to 30 congruent to 4 square. 4 square എന്ന് പറയുമ്പോൾ 16. ഓക്കെ, 16 mod 6 എന്ന് കിട്ടും അല്ലേ? 16 mod 6 എന്ന് കിട്ടും. 16 എന്ന് പറയുന്നത് again 4 mod 6 ആണ്. ഓക്കെ, അപ്പോൾ 2 raised to 30 കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് 2 raised to 35 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 raised to 30 congruent to 4 modulo 6 എന്ന് പറയുന്നതും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 raised to 35 is congruent to 4 into 8. 8 modulo 6 എന്ന് കിട്ടും. ഓക്കെ, 8 modulo 6. What is 8 modulo 6? It is 2. Okay, it is 2. Okay, so 2 raised to 35 എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? 2 modulo 6 എന്ന് കിട്ടി. So what is 2 raised to 36 എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? 2 raised to 36 എന്ന് പറയുന്നത് 2 square ആവും. ഓക്കെ, 2 square mod 36 എന്നാവും. സോറി, mod 6 എന്നാവും. ഓക്കെ, so this is equal, this is congruent to 4 mod 6. ഓക്കെ, 4 mod 6. അതായത് നമുക്ക് 2 raised to 36 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? congruent to 4 mod 6 എന്ന് കിട്ടി. ഓക്കെ, സോ ആൻഡ് 8 raised to 36 is congruent to 2 raised to 36 modulo 6. സോ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? 8 raised to 36 എന്ന് പറയുന്നത് congruent to 2 raised to 36 modulo 6 ആയതുകൊണ്ടും 2 raised to 36 congruent to 4 modulo 6 ആയതുകൊണ്ടും 8 raised to 36 is congruent to 4 modulo 6 എന്ന് എഴുതാം. ഓക്കെ, സോ 8 raised to 36 is congruent to 4 modulo 6 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? 8 raised to 36 is congruent to 2 modulo 6 എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ബിയിലത്തെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്.
ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തെറ്റാണ്. സോ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ബിലോങ്സ് ടു സെഡ് ആൻഡ് പി is a prime not dividing a, then p divides. ഓക്കെ, പി എന്തിനെയാണ് ഇതിൽ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻസ് എന്ത് തന്നിരിക്കുന്നത് നോക്കാം. എ ബിലോങ്സ് ടു സെഡ്, എ എന്ന് പറയുന്നൊരു ഇൻറ്റീജർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് പി എന്ന് പറയുന്നത് പ്രൈം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പി is a prime ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, പി ഡസ് നോട്ട് ഡിവൈഡ് എ. ഓക്കെ, സോ പി എനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, ജി സി ഡി ഓഫ് എ കോമ പി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമുക്കിതിവിടെ ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് തന്നെ ഇതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, ഓയിലേഴ്സ് തിയറം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു അത്? ഇഫ് ജി സി ഡി ഓഫ് എ കോമ എൻ is 1, then a raised to phi of n is congruent to 1 mod n. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, എന്നിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് പി ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പി ഡസ് നോട്ട് ഡിവൈഡ് എ എന്ന് പറയുന്നത് കൊണ്ട് എ ജി സി ഡി ഓഫ് എ കോമ പി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഇവിടെ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇതെങ്ങനെ വരും? എ റേസ് ടു ഫൈ ഓഫ് പി ഈസ് കോൺഗ്രുവന്റ് ടു 1 mod n എന്നാണ് അല്ലേ? ഓക്കെ, പി പ്രൈം ആണെങ്കിൽ ഫൈ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? പി മൈനസ് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി മൈനസ് 1 congruent to 1 mod, this is 1 mod p. Okay, എന്നിന് പകരം ഇവിടെ p അല്ലേ? സോ a raised to p minus 1 is congruent to 1 mod p ആണ്. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താണ്? a congruent to b mod m എന്ന് വെച്ചാൽ എന്താണ്? a congruent to b mod m എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? m divides a minus b എന്നാണ്. ഓക്കെ, സോ ഇവിടെ a raised to p minus 1 congruent to 1 mod p എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ്? p divides a raised to p minus 1 minus 1 എന്നല്ലേ? സോ ഇവിടെ പി എന്തിനാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, താങ്ക് യു.